നമസ്തേ. സുഭാഷിതം. ജനിതാ ചോപനേതാ ച യസ്തു വിദ്യാം പ്രയച്ഛതി അന്നദാതാ ഭയത്രാതാ പഞ്ചയിതേ പിതരസ്മൃതാഃ. ഇവിടെ പറയുന്നത് ജന്മം തന്നവനും ഉപനയിപ്പിച്ചവനും വിദ്യ പഠിപ്പിച്ചവനും ചോറ് കൊടുത്തവനും പ്രാണഭയത്തിൽ രക്ഷിച്ചവനും ഇവരഞ്ചു പേരും പിതാക്കന്മാരെന്നറിയുക. അപ്പം 5 പിതാക്കന്മാരെ കുറിച്ച് ഇവിടെ പറയാം. അത് ഏത് തരത്തിലുള്ളവരാണ്? നമുക്ക് ജന്മം തന്ന ആള്, നമുക്ക് ഉപനയിപ്പിച്ചെന്ന് പറയുമ്പോൾ ഉപനയനം ചെയ്യിപ്പിച്ചെന്നൊരർത്ഥമാണ്. പക്ഷേ നമ്മൾ വിദ്യാഭ്യാസം നമ്മളെ ചെയ്യിപ്പിക്കാൻ, ആദ്യമായി വിദ്യയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച ഒരാൾ, പിന്നെ വിദ്യ പഠിപ്പിച്ചവന് വിദ്യാഭ്യാസം ചെയ്യാൻ കൊണ്ടുപോയി, അതുപോലെ നമ്മളെ വിദ്യ പഠിപ്പിച്ചു, നമ്മളെ വിദ്വാനാക്കി മാറ്റാനുള്ള കാരണക്കാരനായ ആൾ, ചോറ് കൊടുത്ത ആൾ, പിന്നെ നമുക്ക് പ്രാണഭയത്തിൽ രക്ഷിച്ചവൻ. പ്രാണഭയത്തിൽ രക്ഷിച്ചവൻ എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഏത് വിഷയങ്ങളും ചെറുപ്പം മുതലേ ബാല്യകാലം അല്ലെങ്കിൽ ശൈശവ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന പ്രാണഭയം, അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്കാണ് പറ്റുന്നത്? ആ ആള് പിതാവിന് സമാനനാണ്. അപ്പം 5 പിതാക്കന്മാരാണ് നമുക്ക് ഉള്ളത്. ചിലപ്പം ഒരാൾ തന്നെ ആയിരിക്കും എല്ലാ പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും കടന്നു പോകുന്നത്, അല്ലെങ്കിൽ പല വിഭാഗത്തിലുള്ളവരായിരിക്കാം നമ്മളെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അവരൊക്കെ നമ്മളുടെ പിതാവിന് തുല്യരാണ്, പിതാക്കന്മാർക്ക് തുല്യരാണെന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്നത്. നമസ്തേ.